ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. L2E എമ്പുരാൻ. കഴിഞ്ഞ ദിവസമാണ് പൃഥ്വിരാജ് ഇനിയൊരു 2 മിനിറ്റ് 31 സെക്കൻഡ് ഉണ്ടോ, 2 മിനിറ്റ് 10 സെക്കൻഡ് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ നമുക്കൊരു കമന്റ് വന്നിരുന്നു 21 സെക്കൻഡിൽ പോസ് ചെയ്തിരിക്കുകയാണ്. ബാക്കി ഉള്ളത് 2 മിനിറ്റ് 10 സെക്കൻഡ് ആണ്. രണ്ടും കൂടെ 2 മിനിറ്റ് 31 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ വരുന്നു എന്ന് പറഞ്ഞിട്ട് കാറിന്റെ ഉള്ളിൽ ഇങ്ങനെ മറ്റേ ഡിസ്പ്ലേയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പരിപാടി. അപ്പൊ തന്നെ സംഭവം ഭയങ്കരമായിട്ട് ഓൺ ആയിട്ടുണ്ട്. എമ്പുരാനാണ്, എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആ ഒരു ടീസർ വരുന്നുണ്ട്. എന്ന് വരും, അതിനെക്കുറിച്ചൊരു തീരുമാനം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് റിപ്പബ്ലിക് ഡേ 26 എന്നാണ് വിചാരിക്കുന്നത്. കാരണം അന്ന് വരാനാണ് സാധ്യത. ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ അന്ന് അവര് പുറത്തേക്ക് അങ്ങോട്ട് വിട്ടുതരും. പിന്നെ ഒരു കുറച്ച് ദിവസം ഫുൾ എമ്പുരാന്റെ പരിപാടി ആയിരിക്കും. അത് നമ്മൾ മാത്രമല്ല, എവിടെ നോക്കിയാലും എമ്പുരാൻ 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 ഇത് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ജിതിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജതിൻ രാംദാസ്, ടൊവിനോ തോമസ് പുള്ളിക്കാരന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് L2E എമ്പുരാൻ ടീം ഇന്ന് പുള്ളിക്കാരന്റെ ഒരു പോസ്റ്റർ പുറത്തു വിട്ടിട്ടുണ്ട്, ഒരു ക്യാരക്ടർ പോസ്റ്റർ. ഇതാണ് പോസ്റ്റർ. ടൊവിനോ തോമസ് ആസ് ജതിൻ രാംദാസ്. എന്നിട്ട് മുൻപിൽ നമ്മൾ മറ്റേ മെയിൻ ആണല്ലോ രാംദാസ് ആണല്ലോ. അത് സിംഹം മരണത്തിന് ശേഷമാണല്ലോ ഇവരൊക്കെ ഇവിടെ ഈ കടിച്ചു കയറാൻ കൂടിയതും ജതിൻ അത്ഭുതകരമായി, അല്ലെങ്കിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പുള്ളിക്കാരൻ വന്നതും, ലാലേട്ടന് വേണ്ടി പുള്ളിക്കാരൻ ഇങ്ങനെ ആയതൊക്കെ. എന്നിട്ട് അതിന്റെ മുമ്പിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ അണ്ണൻ. ഇവിടെ ഈ നോട്ടൻ പൃഥ്വിരാജിന്റെ സ്പെഷ്യൽ സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പൊതുവേ പൃഥ്വിരാജിനുണ്ട് ഇങ്ങനെ ചെരിഞ്ഞൊരു നോട്ടം. അത്തരത്തിൽ ഒരു നോട്ടം അവിടെ നോക്കുന്നുണ്ട്. നല്ല അടിപൊളി സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് വേറൊന്നും വേണമെന്നില്ല, ഈ 2 സാധനം കൊടുത്താൽ മതി. പൃഥ്വിക്ക് എപ്പോഴും അറിയുന്നത്, പുള്ളിക്ക് അറിയാതെ എങ്ങനെ കൊടുക്കണം. കാരണം ഇവിടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ട്, CM ആയിട്ടുണ്ട്. CM ആയതിനു ശേഷമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഫോട്ടോത്തിന് മുമ്പിലാണ്. കാരണം അയാൾ ചെയ്തു വെക്കാനുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ അയാളുടെ മരണത്തിന് ഉത്തരവാദി ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പുള്ളി ചെയ്തു വെച്ചിട്ടുള്ള ബാക്കി കംപ്ലീറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, പുള്ളി എന്താണ് ചെയ്തിരുന്നത് തുടങ്ങിയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടാവും. അതൊക്കെ ജതിൻ രാംദാസിലൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെ ആ ഒരു റൂമും മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. അവിടെ സ്റ്റൈലിൽ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ. എന്നിട്ട് പവർ ഈസ് ആൻ ഇല്യൂഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. പവർ ഈസ് ആൻ ഇല്യൂഷൻ, ഒരു ഇല്യൂഷൻ ആണ്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിഥ്യാധാരണ എന്നാണെന്നാണ് എൻ്റെ മിഥ്യാധാരണ, മായ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ പവർ ഒരു മിഥ്യാധാരണയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഫോട്ടോയും ഗംഭീര സാധനമാണ്, നല്ല അടിപൊളി ക്വാളിറ്റി സാധനമാണ്. കാരണം ലൈറ്റിങ്ങും മൊത്തമുള്ള ഫ്രെയിംസും കാര്യങ്ങളൊക്കെ കാണാൻ ഒരു രക്ഷയില്ല, സൂപ്പർ. അതൊക്കെ പൃഥ്വി വേറെ ലെവലിൽ പൊളിക്കും. ഇനി ഇവിടെ പറയാനുള്ള ഒരു കാര്യം ഇതിന്റെ ഡേറ്റിനെ കുറിച്ചാണ്. അതായത് ഇവിടെ തന്നെ ഇതിന്റെ റിലീസിങ് വേൾഡ് വൈഡ്, അല്ലെങ്കിൽ വേൾഡ് വൈഡ് റിലീസ് ഓൺ March 27. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി 5 ഭാഷകളിൽ March 27 റിലീസ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ March 27 ഇപ്പൊ ഇന്നലെ ഞാൻ എമ്പുരാന്റെ ഈ ടീച്ചർ വരുന്നു പറഞ്ഞപ്പോഴും ഒരു ബ്രദർ താഴെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മുസ്ലിംസിന് നോമ്പാണ്, നോമ്പിന്റെ സമയത്ത് ഇവരിങ്ങനെ ആ സമയത്ത് കയറുമോ, അപ്പോ നല്ല കളക്ഷനെ ഇത് ബാധിക്കൂല എന്നൊക്കെ. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവും, പൃഥ്വിരാജ് ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത് തന്നെ ഈ നോമ്പ് മാത്രമല്ല, നോമ്പിന്റെ കാര്യം ഈ ഇറങ്ങണ ദിവസത്തെ കാര്യമുള്ളൂ. അത് ഓൾമോസ്റ്റ് നോമ്പത്തേക്ക് കഴിയാനാവും. March 1 തന്നെ നോമ്പ് തുടങ്ങും. 27 ഒക്കെ ആകുമ്പോഴേക്ക് കഴിയാനായി. പിന്നെ കുറച്ച് 2-3 ദിവസം കഴിഞ്ഞാൽ പെരുന്നാളായി. പെരുന്നാളൊക്കെ ഫുൾ ഫെസ്റ്റിവലാണ്. അപ്പൊ അതൊന്ന് ഒരുപാട് ആളുകൾ വന്ന് കയറും. പിന്നെ നോമ്പാണെങ്കിൽ പോലും സിനിമ കാണാൻ ആഗ്രഹിച്ച ആളുകൾ പോയി കാണും. അത് വേറെ കാര്യം. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു പെരുന്നാളിന്റെ ആ ഒരു ഫെസ്റ്റിവൽ സമയമാണ്. അപ്പൊ ഭയങ്കരമായിട്ട് ആളുകൾ എല്ലാവരും ഫാമിലി ഓഡിയൻസ് അടക്കം വന്ന് കയറും. അപ്പോഴേക്ക് ഈ ഇറങ്ങി 2-3 ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ പബ്ലിസിറ്റി എത്രമാത്രം, ഫസ്റ്റ് ഡേന്ന് എത്രമാത്രം എത്തും നമുക്കറിയാം. പക്ഷെ ആ 3 ദിവസം കൊണ്ട് ഫാമിലീസ് അടക്കം വരാനുള്ള രീതിയിലേക്ക് ഇതിന്റെ മാറ്റം സംഭവിക്കും. അത് കഴിഞ്ഞാൽ മാർച്ചില്, നിങ്ങൾ ആലോചിക്കുക, March 3 SSLC എക്സാം തുടങ്ങും. 26 26 എക്സാം കഴിയും. 27 പടം ഇറങ്ങണത്. അപ്പോൾ എക്സാമിന്റെ പ്രശ്നമില്ല. സ്കൂളുകളിൽ എക്സാമുകൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് +1 +2 ആണെങ്കിൽ 2 ദിവസം കൊണ്ട് അതും കഴിയും. അത് March 27 കഴിയില്ല, 28 9 +1 +2 കഴിയും. അങ്ങനെ സ്കൂളുകൾ അടക്കും. കറക്റ്റ് ടൈം. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് എന്ത് ടൈം? കാരണം കുട്ടികളെ അടക്കം കാരണം അവർക്ക് സ്കൂളിൽ പോകണല്ലോ, ഒന്നുമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും കുട്ടികളെയും കൊണ്ടുവരാം. സെക്കൻഡ് ഷോക്ക് പോലും കുട്ടികളെ കൊണ്ടുവരാം. കാരണം രാവിലെ 2 സ്കൂളിൽ പോകുന്നുള്ള ബുദ്ധിമുട്ടില്ല.
അപ്പൊ ഈ ഒരു ടൈം എന്ന് പറയുന്നത് കറക്റ്റ് ടൈമാണ്. ആ സമയത്ത് എല്ലാ ആളുകൾക്കും വന്ന് സിനിമ കാണാൻ പറ്റും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം അത് ഇതിനേക്കാൾ ബെസ്റ്റ് ടൈം ഇല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇത്രയും വലിയ സിനിമ, ഇത്രയും മുടക്ക് മുതലുള്ള ഒരു സിനിമ, വലിയ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഒരു സിനിമ, അത് കളക്ഷൻ നേടുക എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഒക്കെ അതിന്റെ കളക്ഷൻ നേടേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് അവർ വിചാരിച്ച രീതിയിലുള്ള വലിയൊരു ലാഭം ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുക, വലിയ റെക്കോർഡുകൾ ഉണ്ടാക്കാൻ പറ്റുക. ഓഫ് കോഴ്സ് ലാലേട്ടന്റെ സിനിമയാണ്. L2 അല്ലെങ്കിൽ ലൂസിഫർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിന്റെ 10 മടങ്ങ്, ഒരു പക്ഷെ 10 മടങ്ങ് പോട്ടെ, ഒരു ഇരട്ടിയെങ്കിലും ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടൈമാണ്. കാരണം അത്തരത്തിൽ വലിയ രീതിയിൽ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ഇതിന്റെ മാർക്കറ്റിംഗും കാര്യങ്ങളും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നടത്താൻ പറ്റുന്ന സമയമാണ്. പൃഥ്വിരാജാണ്, ഈ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് കൂടെ ഉള്ളത്. ലൈക്ക പ്രൊഡക്ഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വൻ പരാജയമായിട്ടുള്ള ഒരു ടീമാണ്. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് നഷ്ടം വരുന്നില്ല എന്നുള്ളത്, അത്രയും ടോപ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർ. അവരുടെ പൈസ ഒരു പ്രശ്നമല്ല ഇവിടെ എന്ന് പറഞ്ഞ പോലെ, പൈസ ഞങ്ങൾ എത്ര വേണമെങ്കിലും വീശും എന്ന് പറയില്ലേ, ആ രീതിയിലുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അവർക്ക്, എനിക്ക് തോന്നുന്നു, അവർ ഇതിൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ഇതിൽ കൂടിയിട്ടുണ്ടെങ്കിലും ഏത് രീതിയിലാണെങ്കിൽ പോലും അവർക്കൊരു വൻ കിട്ടലായിരിക്കും ഈ സിനിമ. കാരണം അത്ര നന്നായിട്ട് ഈ പടം ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ഒരു സമയത്ത് പോലും നമുക്കിത് പുറകിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ലൂസിഫർ ഏത് രീതിയിലാണ് ചെയ്തു വെച്ചത് നമുക്കറിയാം. വെറുതെ മാസ് കാണിക്കല്ല, ആ മാസിനൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ലാലേട്ടന്റെ ഡയലോഗ് ഡെലിവറി, ഏതെങ്കിലും സ്ഥലത്ത് ലാലേട്ടൻ വന്നിട്ട് ഭയങ്കരമായിട്ട് എന്നാ ഒരു മാസ് ഡയലോഗ് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ ലാലേട്ടൻ, മോഹൻലാൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സ്വാഗും സ്റ്റൈലും പിടിച്ചുകൊണ്ട്, എന്നാൽ ഈ എബ്രഹാം ഖുറൈഷി അല്ലെങ്കിൽ പുള്ളിന്റെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് വിട്ടു പോകാതെ ആ ഒരു ക്ലാസ് പിടിച്ചുകൊണ്ടാണ് അവിടെ പറയുന്നത്. ഏത് രീതിയിലേക്ക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്ന് അറിയില്ല. കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടുണ്ടാവും. അതാണ് അതാണ് ഇതിന്റെ പ്രത്യേകത. പറയണമെന്ന് അറിയണ്ട, കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് എന്തോ സംതിങ് ഡിഫറെന്റ് എന്നുള്ളത് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു നോട്ടാണെങ്കിലും, ആ ചോട് ചിരിച്ചുള്ള നടത്താണെങ്കിലും, ഓരോ ഫ്രെയിം ആണെങ്കിലും, പറയുന്ന ഡയലോഗ്സ് ആണെങ്കിലും, കർഷകനല്ലേ മാഡം ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാണ്. അതൊക്കെ എന്ത് സിമ്പിളായിട്ട്, എന്ത് മിത്തത്തിൽ, എന്ത് പക്വതയോടെയുള്ള ആളുകളും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു BGM-ഉം ആ ഫ്രെയിമൊക്കെ വന്നപ്പോൾ കിട്ടിയൊരു സംഭവം, ഓപ്പോസിറ്റിൽ നൈലാബ്ഷയുടെ ക്യാരക്ടറിന്റെ ആ ഒരു ഞെട്ടലും, എന്തൊന്നും വേണ്ട, ഈ അവൻ മെസ്സേജ് എന്ന് പറയുന്ന സമയത്ത് ഇത് 45 ക്രോസോ സിമ്പിൾ 1000 രൂപ എനിക്ക് അടവിൽ 30 രൂപ അല്ലെങ്കിൽ 20 രൂപ റീചാർജ് ചെയ്യുന്ന പറയുന്ന സമയത്ത് ഒരു 1 GB റീചാർജ് ചെയ്ത പോലെ പരിപാടി ചെയ്തത്. ഇതൊക്കെ ശരിക്കും എത്ര ബോറാക്കിയിട്ട് ചെയ്യാമായിരുന്നു. അതെന്ത് സിമ്പിളായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. ബോറാക്കി ചെയ്യാമായിരുന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചിരഞ്ജീവിക്കാർ. എന്തിന് എന്റെ പിള്ളേരെ തൊടുകൂടാന്ന് പറഞ്ഞ് ചവിട്ടുന്ന ഒരൊറ്റ സീൻ, അത് അവിടെ കൊണ്ട് കാണിച്ചു വെച്ചേക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ പൃഥ്വിരാജ് എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, എങ്ങനെ ഓവറാക്കാന്നുള്ളത് മറ്റേ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സോ ഓവറാക്കാതെ ആ കറക്റ്റ് ഫ്ലോയിൽ അളന്ന് മുറിച്ചാണ് സാധനം തന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ വരുമ്പോൾ മറ്റേനേക്കാൾ എത്രയോ ഭീകരമാണ്. ഇതിന്റെ എന്താ പറയാ, ടീമിലുള്ള ആളുകൾ തന്നെ, ടെക്നിക്കൽ ടീമിലാണെങ്കിലും മറ്റു ക്രൂ ആണെങ്കിലും ഒക്കെ പറയുന്ന കാര്യം അതാണ്. അതായത് ലൂസിഫറിനേക്കാൾ വലിയ സ്കെയിലിൽ ഒരുങ്ങുന്ന സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. സോ ഇതൊരു സൂപ്പർ സിനിമയാവട്ടെ. എന്തായാലും തന്നിട്ടുള്ള പോസ്റ്റർ ഇതാണ്. അതിന്റെ കൂട്ടത്തിൽ ഈ ഡേറ്റിന്റെ ഒരു കൺഫ്യൂഷൻ 2-3 ആളുകൾ മെസ്സേജ് കണ്ടുകൊണ്ട് ഞാൻ അത് മുഴുവൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് എന്റെ വിശ്വാസം, എന്റെ അറിവ് വെച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ